പാപ്പ നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. സ്പെഷ്യലായിട്ട് ഇന്ന് റെൻകാക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ട്. റെൻകാക്കാനെ പിന്നെ സർപ്രൈസ് ആക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാരണം ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ ബർത്ത്ഡേ പോലും റെൻകാക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. തലേ ദിവസം കൂടി ഓർമ്മ ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം എന്നും മറക്കാറാണ് കേട്ടോ പതിവുള്ളത്. അപ്പോൾ തലേ ദിവസവും ഓർമ്മ ഉണ്ടായില്ല. ഇത്രയും കാലം ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും ഇതുവരെ ഒരു വട്ടം പോലും റെൻകാക്കാൻ്റെ ബർത്ത്ഡേ റെൻകാക്ക ഓർത്ത് വെച്ചിട്ടില്ല. റെൻകാക്കാൻ്റെ ബർത്ത്ഡേ എന്നല്ല, അതിലൊന്നും വല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റോ അങ്ങനെ സർപ്രൈസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു കേക്കെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ തലേ ദിവസം തന്നെ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഇതിലിട്ടിട്ടില്ല. അത് ഇൻഷാല്ല മറ്റെന്തെങ്കിലും ഇടാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെറൈറ്റി കേക്കുകളൊന്നും ഉണ്ടാക്കാതെ അതുതന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ വീക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടാൻ വൈകിപ്പോയതാണ്. കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഫ്രൈഡേ എന്തായാലും ലീവാണല്ലോ. അപ്പോൾ ഫ്രൈഡേ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കേക്ക് കൊണ്ടുവന്ന് ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഫ്രൈഡേ ലീവ് ആയതുകൊണ്ട് തന്നെ തലേ ദിവസം തേഴ്സ്ഡേ ടെർബോ റിലീസായിരുന്നു മമ്മൂക്കയുടെ ഫിലിം. അപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നതായിരുന്നു തേഴ്സ്ഡേനെ. അപ്പോൾ 1 ഡേ ലീവ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ മടിച്ചു. അപ്പോൾ പിന്നെ ഫ്രൈഡേ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോന്നതാണ് കേട്ടോ. ഞാനും മക്കളും ഫിലിം കാണാനൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾ ആ ഒരു മാളിൽ ഉള്ളിൽ മക്കളെയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കളിച്ചിരുന്നു. റെൻകാക്ക മാത്രമാണ് ഫിലിം കാണാൻ പോയത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഫിലിം കാണാൻ. അങ്ങനെ തിയേറ്ററിൽ പോയി കാണാനോ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വല്ല ഫ്രണ്ട്സും ഒക്കെ വൈഫൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ പോകുന്നുള്ളൂ. ഇന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോയതൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ആഗ്രഹിച്ച് കാണാൻ കൊതിച്ചിരുന്ന വല്ല ഫിലിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ കാണാനൊന്നും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് പോയതുമില്ല. റെൻകാക്ക ഫിലിം കാണാനായിട്ട് മാളിൽ തന്നെ തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ മക്കളെയും കൊണ്ട് ഇങ്ങനെ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുനടന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇപ്പോൾ റെൻകാക്ക ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫിലിമൊക്കെ കണ്ടിറങ്ങി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നിങ്ങനെ പറയുകയാണ്. KGF ഒക്കെ പോലെ ഫുൾ ഫൈറ്റാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അമ്മ നല്ല കരച്ചിലാണ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അമ്നുവിനെയും കൊണ്ട് ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടോയ്സ് ഷോപ്പിൽ കണ്ടപ്പം അവന് കരഞ്ഞ് കയറണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാണ്. വാങ്ങിക്കൊടുക്കാനൊന്നും അല്ല കേട്ടോ കയറിയ, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ മാളിലൊക്കെയുള്ള ഷോപ്പിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഒരു കുഞ്ഞു കാറിനും കൂടി ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് കിട്ടാനായിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ റൂമിലോട്ട് പോയത്. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ഒക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ച് ഒക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ റൂമിലെത്തിയപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയി. പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 12 മണിക്കൊക്കെ കിടക്കാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു 10 മണി 10:30 ആകുമ്പോൾ തന്നെ കിടക്കും കേട്ടോ. ഇതിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും റെൻകാക്ക കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു 12 മണിയൊക്കെ ആവും. അപ്പോൾ ഇതിന്ന് പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ ഫിലിമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചെത്തിയപ്പോഴേക്കും 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച ഉടനെ വയറൊക്കെ ഫുള്ളാണ്. എങ്കിലും ഞാൻ ഒരു 12 മണിയാവുമ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ബെഡൊക്കെ വിരിച്ച് കിടക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് റൂമിലോട്ട് പോയി മക്കൾ 2 റൂമിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പാപ്പാനെ കാണാതെ
കേക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ലൈറ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ലൈറ്റ് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ മക്കളെയും വിളിച്ച് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാമെന്ന് വിചാരിച്ച് രണ്ടാളെയും വിളിച്ചതാണ്. ഞാൻ എപ്പോൾ സർപ്രൈസോ അല്ലെങ്കിൽ കേക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഫസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാകുക ഇങ്ങനെ ആലോചനയായിരിക്കും കേട്ടോ. ഇന്ന് ഏതാ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിരിക്കും. പിന്നെ ഇതൊക്കെ എപ്പോൾ ചോദിക്കും, അത് എന്നുള്ളതാണ്. പാപ്പാക്ക് ഇങ്ങനെ സർപ്രൈസും കേക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ആനി പറയും അവൻ്റെ ബർത്ത്ഡേക്കും ഇങ്ങനെ സർപ്രൈസ് ആക്കണം എന്നുള്ളത്. പക്ഷെ പാപ്പാൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാനും ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. കാരണം എന്നും ഒരിക്കൽ പോലും ബർത്ത്ഡേ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഷാനിൻ്റെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ സർപ്രൈസ് കൊടുക്കാനോ കേക്ക് ഉണ്ടാക്കാനോ ഒക്കെ എന്ന് വിചാരിച്ചാൽ അവന് കറക്റ്റ് അവൻ്റെ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർമ്മയില്ലാതെ അറിയാതെ കൊണ്ടുപോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനും പറ്റൂല. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനിവിടെ വെച്ച് ഉണ്ടാക്കുമ്പോൾ അവന് ഇവിടെ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതൊക്കെ അവന് കാണുകയും ചെയ്യും. എനിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകണതുകൊണ്ട് എനിക്ക് കാണാതെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് അവൻ്റെ ബർത്ത്ഡേക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനോ ഒന്നും പറ്റാത്തത്. അങ്ങനെ എപ്പോഴും പരാതിയാണ്, പാപ്പാക്ക് കൊടുക്കണ പോലെ എനിക്ക് സർപ്രൈസ് തരുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ പരാതി പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കണ്ടാൽ റെൻകാക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ അല്ലാതെ കഴിച്ചിട്ടില്ല. പിന്നെ കേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലിട്ടാൽ ഒരുപാട് ലോങ് ആയി പോകും വിചാരിച്ചിട്ടാണ് ഇടാത്തത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം ഇടാം. പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഞാൻ ഇന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം ഗിഫ്റ്റൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം പോയിട്ട് എവിടേക്കെങ്കിലും പോയി വാങ്ങാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ റെൻകാക്കാൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ബർത്ത്ഡേക്കോ അല്ല ഏതോ ഒരു ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവരും നാട്ടിലേക്ക് പോയതുകൊണ്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റെങ്കിലും ഒരു മിഠായിയെങ്കിലും വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങോട്ടൊന്നും കിട്ടാറില്ല. ഇങ്ങോട്ട് കിട്ടുന്നത് പോയിട്ട് എൻ്റെ ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ ഒന്നും ഓർമ്മയും കൂടി ഉണ്ടാവില്ല. പക്ഷെ ഞാനൊന്നും ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം മറക്കാതെ കൊടുക്കാറുമുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തന്നെ ടെമു എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. അതിൽ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെൻകാക്ക ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ഇതിന് എല്ലാവർക്കും ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ആപ്പിലൂടെയാണ്. ഇതിൽ ഒരുപാട് ഓഫറുകളുണ്ട്. അത് മാത്രമല്ല നമുക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടാബ് വഴി നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ക്യാഷ് കൊടുത്താൽ മതി. മൊത്തത്തിൽ ഒറ്റയടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉള്ള നല്ലൊരു ആപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ടെമൂൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേൻ്റെ മുന്നേ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി കിട്ടുള്ളൂ. കാരണം ഇത് ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ലേറ്റായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബർത്ത്ഡേൻ്റെ മുന്നേ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തൊന്നും കിട്ടിയില്ല.
പിന്നെയെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല കേട്ടോ ഞാൻ വാങ്ങിയത്. കുറഞ്ഞ വിലയിലുള്ള റെൻകാക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള എന്താണോ വേണ്ടത് അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഞാൻ എല്ലാ പ്രാവശ്യവും ഇനിയിപ്പോൾ ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും എന്താണ് ആവശ്യമുള്ളതെന്ന് എനിക്കറിയാൻ പറ്റും. അത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അങ്ങനെ സാധനങ്ങൾ കൈ കിട്ടി. റെൻകാക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എന്നോട് ചോദിച്ചു കേട്ടോ സാധനങ്ങൾ എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അവർ റെൻകാക്കാൻ്റെ ഫോണിലോട്ടാണ് വിളിച്ചത് ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ റെൻകാക്കാൻ്റെ കൈ കൊടുത്തൊക്കെയാണ്. അപ്പോൾ എന്താ സാധനം എന്ന് അറിയില്ല കേട്ടോ, നോക്കുമ്പോഴേ അറിയുള്ളൂ. നോക്കുന്നതിന് മുമ്പ് എന്നോട് എന്തിനാ വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ എടുക്കുന്നതെന്ന് പറഞ്ഞ് എടുക്കുകയാണ്. നമ്മളെ കാറിൽ വെക്കാം, ഒക്കെ പാപ്പാക്കാണ് കാറിലൊക്കെ നോക്കി. അത് ടിഷ്യൂങ്ങളെ ഇതിന്റെ മേലൊക്കെ ഇവിടെ ഇതുണ്ടല്ലോ സാധനം. ഫോണൊക്കെ എനിക്ക് കുറേ ആയിട്ട് ഒരു ചെരുപ്പ് വാങ്ങാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. പറച്ചിലല്ലാതെ സ്വന്തം കാര്യം എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ നീണ്ടു പോകട്ടോ. അതുപോലെ തന്നെ ഒരു പേഴ്സില്ല, പേഴ്സും കുറേ ആയിട്ട് വാങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ കാറിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ കുറേ ആയിട്ട് പറയുകയാണ്, അതും നടന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അല്ലാതെ വലിയ വിലയിൽ വല്ല സാധനങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെൻകാക്ക നോക്കുകയും ചെയ്തിരുന്നു, പക്ഷേ അത് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഓൺലൈനിൽ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നത് വലിയ ഇഷ്ടമല്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് ആവില്ല കയ്യിൽ കിട്ടുമ്പോൾ. ഇതിൽ അങ്ങനെ ഭംഗിയുള്ള ഡ്രസ്സൊന്നും ഞാൻ കണ്ടതുമില്ല കേട്ടോ. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണിൽ വെളിച്ചം തട്ടാതെ നിൽക്കാൻ വേണ്ടി കിട്ടുമല്ലോ. ഇത് റെൻകാക്ക് അത്യാവശ്യമാണ്. കാരണം ഞങ്ങൾ ഫ്രൈഡേയിലും തേഴ്സ്ഡേയിലൊക്കെ ഹാളിൽ കിടക്കുമ്പോൾ നല്ല വെളിച്ചം വരും. അപ്പോൾ ആ സമയത്ത് റെൻകാക്ക കണ്ണ് കെട്ടി കിടക്കണം കേട്ടോ. ഒരു തുള്ളി വെളിച്ചം കൂടി പാടില്ല. എനിക്കാണെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വെളിച്ചം വേണം ഉറങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ റെൻകാക്കക്ക് അത് കുറേ ആയിട്ട് പറയാണ്. അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് കുറേ ആയിട്ട് വാങ്ങണം പറിച്ചില്ലല്ലാതെ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. ഒരു ചെറിയ സാധനമാണെങ്കിലും നമ്മൾ ആവശ്യമുള്ള സാധനം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഞാൻ കാറിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ നമ്മൾ കാറിൽ ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് വെക്കുമ്പോൾ അമ്നു അതങ്ങനെ എടുത്ത് നമ്മൾ എപ്പോഴെങ്കിലും കാണാതെ പോയാൽ ചിലപ്പോൾ ഒരു പാക്കറ്റ് ടിഷ്യൂ ഫുള്ളെടുത്ത് കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇങ്ങനെ മേലെ വെച്ചാൽ അവൻ എത്തുമല്ലോ, നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് ഇത് കേട്ടോ. നമ്മൾ കാറ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ, അങ്ങനെ ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. റെൻകാക്ക് ഇങ്ങനെ കാറ് വല്ലാണ്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വലിയ ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ ഹാങ് ചെയ്യണ വല്ലതും ഡെക്കറേറ്റ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിൽ വാങ്ങിച്ചതാണിത്. പിന്നെ ഞാൻ ഒരു ഫോൺ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കാറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഇതിന് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് ഒരു 2-3-4 സാധനം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ആപ്പ് അത്യാവശ്യം നല്ല ആപ്പ് തന്നെയാണ്. കുറഞ്ഞ വിലയിൽ തന്നെ നല്ല സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുള്ള ആപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, ഇനിയിപ്പോൾ ഫോണാണെങ്കിലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ റിയാൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 5 റിയാൽ ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ 5 റിയാലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് ലാസ്റ്റ് ബില്ല് അടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ആവും. അതുപോലെ തന്നെയാണ് ഇതിലും ഒരു 2 റിയാൽ 3 റിയാൽ അല്ലെങ്കിൽ 5 റിയാൽ അങ്ങനെയൊക്കെ ഓരോന്നങ്ങനെ കാർട്ട് ചെയ്ത് വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കാർട്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് ടോട്ടൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറവിൽ തന്നെ കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ റിയാൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലത്തെ വില നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരും. പിന്നെ ഇതിൽ ഇവിടെ റിയാൽ ആയതുകൊണ്ട് തന്നെ ഒരു 120
റിയാൽ സാധനങ്ങൾ വാങ്ങിക്കണം. എന്നിട്ടേ നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു മാക്സിമം ഒരു 120 റിയാലിൻ്റെ സാധനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ നമുക്ക് അവർ ഡെലിവറി ചെയ്യുള്ളൂ. അതിൽ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് നല്ല ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. റെനിക്കാക്ക് ഇതിൻ്റെ മുമ്പ് ഒരുപാട് പ്രാവശ്യം ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എനിക്കൊരു അത്യാവശ്യ ഘട്ടം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഇതിൽ നോക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും വല്ലാതെ ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്തത് മുതൽ പിന്നെ ഞാൻ ഓരോന്നായിട്ട് കാർട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അത്യാവശ്യത്തിന് നമുക്ക് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും ഇതിൽ കുറഞ്ഞ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാനിങ്ങനെ നോക്കിയിട്ട് കാർട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർഫ്യൂം ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ പെർഫ്യൂം എന്തെങ്കിലും ഒഴിച്ചാണ്ട് അങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ കാറിൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. പിന്നെ കാണാനും നല്ല ഹാങ്ങായി ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അങ്ങനെ വാങ്ങിച്ചാണിത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ടെമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ്, അല്ലാതെ വലിയ പാർട്ടി ഒന്നുമില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇനിയിപ്പോൾ ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളൂ. ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ഒക്കെ ആണെങ്കിലും ഒരു കുഞ്ഞ് കട്ടിങ്ങും കേക്ക് കട്ടിങ്ങും ഞങ്ങളായിട്ട് ഉണ്ടാക്കും, ഞങ്ങൾ തന്നെ കഴിക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.